ഇത്തരം വിലപിടിച്ച ഉരുപ്പടികളുടെ റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒക്കെ ക്ഷേത്ര സങ്കേതത്തിലെ വെച്ച് ചെയ്യാവുന്ന നിയമമുണ്ട്. അത് മാത്രമല്ല അതൊരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കാനും പാടില്ല. ഈ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ ഉരുപ്പടികൾ ഒരു വർഷത്തിലൊരിക്കൽ വെരിഫൈ ചെയ്യണമെന്നാണ്. നമ്പർ വാർ വെരിഫിക്കേഷൻ നടത്തണമെന്നും കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റുകൾ 3 മാസത്തിലൊരിക്കൽ അയക്കണമെന്നും ചട്ടങ്ങളുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് 15 വർഷമായിട്ട് അത് പാലിക്കുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു സ്വർണ്ണ വെള്ളി തുടങ്ങിയ വില പിടിച്ചുള്ള വസ്തുക്കൾ ചേർത്തുള്ള സംരക്ഷണത്തിൻ്റെയോ അതിൻ്റെ പ്രവൃത്തിയുടെയോ ഒരു ജോലികളും പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു സ്വർണ്ണ വെള്ളി തുടങ്ങിയ വില പിടിച്ചുള്ള വസ്തുക്കൾ ചേർത്തുള്ള സംരക്ഷണത്തിൻ്റെയോ അതിൻ്റെ പ്രവൃത്തിയുടെയോ ഒരു ജോലികളും പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കി സ്റ്റാറ്റ്യൂട്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളുണ്ട്. 1954 മുതൽ ബാധകമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളോ പുനഃസംഘടനയോ ആവശ്യമുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അത് ചെയ്യണമെന്നും അത് ഡേ ലൈറ്റിൽ രാവിലെ പുലർച്ചെ 6 മുതൽ വൈകുന്നേരം 6 മണിക്കകം തീർക്കണമെന്നും തീർന്നില്ലെങ്കിൽ ഇത് മഹസർ എഴുതി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നും അടുത്ത ദിവസം വീണ്ടും പ്രയോഗിക്കണമെന്നും ഇതൊരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലായിരിക്കണമെന്നും വളരെ കർശനമായ ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവിന് വിരുദ്ധമാണ് ഇത് ഇളക്കി കൊണ്ടുപോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത് ക്ഷേത്ര സങ്കേതം വിട്ട് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അത് ഇളക്കി കൊണ്ടുപോകാൻ ബോർഡ് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരവ് ചട്ടങ്ങൾക്ക് ലംഘനമാണ്. അതേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് ഇളക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും ചട്ടലംഘനമാണ്. ശബരിമലയിൽ ഇപ്പോൾ ഈ ഭക്തർ നിന്ന സ്വർണവും വെള്ളി ഇതെല്ലാം കൗണ്ട് ചെയ്ത് മഹസർ ചെയ്ത് ഈ ക്യാഷെല്ലാം ബാങ്കിലടക്കുകയും മറ്റേ സൂക്ഷിക്കേണ്ട സ്ഥാവര സ്വത്തുകൾ സൂക്ഷിക്കേണ്ടത് നമ്മളെ ആറന്മുളയുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും അത് അവിടെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലായാലും ചെറിയ ക്ഷേത്രങ്ങളിലായാലും വളരെ വിലപിടിപ്പുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററുണ്ട്. തിരുവാഭരണം രജിസ്റ്റർ എന്നാണ് ആ രജിസ്റ്ററിൻ്റെ പേര്. വലിയ ഒരു 10,000 പേജുള്ള രജിസ്റ്ററാവും. ആ രജിസ്റ്ററിൽ ആ ഉരുപ്പടി സംബന്ധിച്ച് അതിൻ്റെ ഏകമാനം, അളവ്, അതിൻ്റെ തൂക്കം, അതിൻ്റെ മാറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തി വ്യക്തതയോടുകൂടി ആ രജിസ്റ്ററിൽ നമ്പറിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഈ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ ഉരുപ്പടികൾ ഒരു വർഷത്തിലൊരിക്കൽ വെരിഫൈ ചെയ്യണമെന്നാണ്. നമ്പർ വാർ വെരിഫിക്കേഷൻ നടത്തണമെന്നും കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റുകൾ 3 മാസത്തിലൊരിക്കൽ അയക്കണമെന്നും ചട്ടങ്ങളുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് 15 വർഷമായിട്ട് അത് പാലിക്കുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. പിന്നെ സ്വർണ്ണ നാണയങ്ങളും മറ്റും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് മറ്റേ ബ്ലാക്ക് സഞ്ചികളിലാണ്. ചിലപ്പോൾ ഈ കോയിനൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സഞ്ചികളുണ്ട്. അതിൽ വെച്ചിട്ട് പെട്ടികളിലടച്ച് സൂക്ഷിക്കാറുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള പിന്നെ കൊടിമരത്തിൻ്റെ പണികളും മറ്റും നടത്തുമ്പോൾ അതിന് ഡേ ടു ഡേ മഹസറുണ്ട്. എത്ര സ്വർണം ഉപയോഗിച്ചാണ് ഫോയിൽ ഉണ്ടാക്കിയത്. അതൊക്കെ സാധാരണ ചെയ്യുന്നത് ഈ മെർക്കുറിക് മെത്തേഡാണ്. അത് മെർക്കുറി ഉപയോഗിച്ച് ഈ സ്വർണം പാളികളാക്കി ഒട്ടിച്ചെടുത്ത് അത് ഉരുക്കി ചേർത്താണ് സാധാരണ ഈ പറകളിൽ ഈ കൊടിമരം ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല പിന്നെ കൊടിമരം സ്വർണം പൂച്ചതിന് കൃത്യമായ കണക്കുണ്ട്. അത് ശബരിമല ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള മഹസർ പരിശോധിച്ചാൽ കൃത്യമായി രേഖകൾ ലഭിക്കും. ഇത്തരം വിലപിടിച്ച ഉരുപ്പടികളുടെ റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒക്കെ ക്ഷേത്ര സങ്കേതത്തിലെ വെച്ച് ചെയ്യാവുന്ന നിയമമുണ്ട്. അത് മാത്രമല്ല അതൊരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കാനും പാടില്ല. കാരണം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട പണിയാണ്. അഥവാ ഒരു സ്പോൺസർ വന്നാലും അത് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യുകയും അതിനുള്ള ചെലവ് സ്പോൺസറെ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടപ്പിക്കുകയാണ് വേണ്ടത്. സ്പോൺസറുടെ കയ്യിൽ ഈ വില പിടിച്ച സാധനം ഇളക്കി കൊടുത്തത് അത് ചട്ട ലംഘനമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റം തന്നെയാണ്.